ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു പവർ പ്ലഗിൻ്റെ സ്ഥലത്ത്, അതായത് നമ്മൾ പവർ പ്ലഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന, അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന പുറത്തെ ലൈറ്റുകളും മാസ്റ്ററിൽ തെളിയുന്ന ലൈറ്റുകളും കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ലൈറ്റുകളാണ്, ഏതൊക്കെ വയറുകളാണ് നമ്മൾ ഡി ബിയിൽ നിന്ന് വലിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പവർ പ്ലഗ് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിൽ, അതിൽ വർക്ക് ഏരിയയിൽ വന്നിരിക്കുന്ന പവർ പ്ലഗ്ഗാണ്. അതായത് 6 മോഡുകളുടെ അല്ലെങ്കിൽ 8 മോഡുകളുടെ പ്ലേറ്റാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8 മോഡുകളുടെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 8 സ്വിച്ച് കൊടുക്കാവുന്ന രീതിയിൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 പ്ലഗും 2 സ്വിച്ച് കൂടി കൊടുക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ബാക്കി 2 ഡമ്മി വരുന്നുണ്ട്. ഇത് അതിൻ്റെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടാണ്. ആ റെഡ് വരുന്നത് 2.5 ആണ് വരുന്നത്, 2.5 സ്ക്വയർ mm. അത് ബ്ലാക്ക് വരുന്നത് 2.5 ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത് 1.5 സ്ക്വയർ mm ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാസ്റ്റർ കൊടുത്തിരിക്കുന്നത് 1.5 നീലയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എർത്ത് കൊടുത്തിരിക്കുന്നത് 1.5 ആണ്, ഇന്ന വയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇങ്ങനെ 5 വയറുകളാണ് മെയിനായിട്ട് നമ്മുടെ ഡി ബിയിൽ നിന്നും മെയിനായിട്ട് വരുന്ന വയറുകളെല്ലാം വരുന്നത്. ഇതാണ് എവിടേക്കാണെങ്കിലും റൂമിൻ്റെ എവിടേക്കാണെങ്കിലും വലിക്കുന്ന സർക്യൂട്ട് വരുന്നത്. അത് കൂടാതെ തന്നെ എ സിക്ക് വരുന്ന സെപ്പറേറ്റ് സർക്യൂട്ടും മാത്രം, ഹീറ്ററിന് വരുന്ന സെപ്പറേറ്റും സർക്യൂട്ടും മാത്രമേ വരുന്നുള്ളൂ. ഈ ന്യൂട്രലുകളെല്ലാം തന്നെ, ഈ വന്നിരിക്കുന്ന ന്യൂട്രലുകളെല്ലാം തന്നെ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ എക്സോസ്റ്റിൻ്റെ ന്യൂട്രലുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് സ്വിച്ചുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അടുത്ത സെക്ഷനിലേക്ക് കണ്ടോ, നിങ്ങൾ അടുത്ത ഒരു സ്വിച്ച് ബോർഡ് കാണാൻ സാധിക്കും. ആ സ്വിച്ച് ബോർഡുകളിലേക്ക് പോകുന്നത് ഇവിടെ മെയിനായിട്ട് ഡി ബിയിൽ നിന്ന് വരുന്ന സെക്ഷനാണ്. അവിടെ നിന്ന് പ്ലഗ് സ്വിച്ച്, 2 പ്ലഗും 2 സ്വിച്ചും നമ്മളിവിടെ കൊടുക്കുന്നത്. 16 ആംസിൻ്റെ ഒരു പ്ലഗ് സ്വിച്ചും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് വേണമെങ്കിൽ നമുക്കൊരു 6 ആംബിയറിൻ്റെ അല്ലെങ്കിൽ 8 ആംബിയർ 10 ആംബിയറിൻ്റെ നമുക്ക് സ്വിച്ച് പ്ലഗും കൂടി കൊടുക്കാം. അപ്പോൾ അത് ശേഷം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരുന്ന് തന്നെ ലൂപ്പ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്ഥലത്ത് ഇതുപോലെ തന്നെ വീണ്ടും ഒരു പവർ പ്ലഗ് വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഡി ബിയിൽ നിന്ന് വരുന്ന സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡി ബിയിൽ വന്ന് വരുന്നത് ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഡി ബിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് 3 ഫേസ്, ഡി ബിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫേസ് വരുന്നത് 2.5 ഫേസ് വന്നു, ന്യൂട്രൽ വന്നത് 2.5 വന്നു, എർത്ത് വന്നത് പച്ച, എർത്ത് പച്ചയാണ് വന്നത്, പച്ച വന്നത് 1.5 ആണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ മഞ്ഞ വന്നിരിക്കുന്നു, അത് 1.5, മാസ്റ്റർ വന്നിരിക്കുന്നത് 1.5. പിന്നെ ഈ സർക്യൂട്ടാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ആ സ്വിച്ച് ബോർഡിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ന്യൂട്രൽ, ഫേസ് റെഡ്, ന്യൂട്രൽ എന്ന് പറയുന്നത് ബ്ലാക്ക്, പച്ച എന്ന് പറയുന്നത് എർത്ത്, മഞ്ഞ എന്ന് പറയുന്നത് ഇൻവെർട്ടർ, ബ്ലൂ എന്ന് പറയുന്നത് നീല എന്ന് പറയുന്നത് മാസ്റ്റർ. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന കണക്ഷൻസ് കാര്യങ്ങൾ വരുന്നത്. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി വരുന്നത് വെച്ചാൽ എ സിയുടെ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് 2.5 സർക്യൂട്ട്, ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇത്രയാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സർക്യൂട്ടിലേക്ക്, അതായത് പവർ പ്ലഗ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഡി ബിയിൽ നിന്ന് വരുന്ന വയറുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.